10,000 to 20,000 ഇടയിലുള്ള പ്രൈസാണ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ഒരു ഫോൺ വാങ്ങാൻ വേണ്ടി ചിലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റേത് പ്രൈസ് സെഗ്മെൻറ്റിനേക്കാൾ കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അൺഫോർച്ചുനേറ്റ്ലി ഇതിൽ പല ഫോണുകളും നമ്മളുടെ പൈസ അർഹിക്കുന്നില്ല. ആൻഡ് ഇവ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലിസ്റ്റിൽ ആദ്യം വരുന്ന ഫോണാണ് റിയൽമിയുടെ P3X. ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റോറേജ് ടൈപ്പാണ്. 4-5 കൊല്ലം പഴക്കമുള്ള eMMC സ്റ്റോറേജ് ആണ് ഇവർ ഇത്തവണ കൊടുത്തിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് തന്നെ അടുത്ത 2 കൊല്ലങ്ങൾ കഴിഞ്ഞാൽ എത്ര സ്മൂത്ത് ആയിരിക്കുമെന്നത് ഇപ്പോഴും ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ സമയത്താണ് പഴയ ടെക്നോളജി ഇവർ പൊടി തട്ടിയെടുത്തിരിക്കുന്നത്. ഒപ്പം ഇവിടെ മോണോ സ്പീക്കറാണ് വരുന്നത്. ആൻഡ് Dimensity 6400 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഇത് അണ്ടർ 10,000 നമ്മൾ സ്ഥിരം കാണുന്ന Dimensity 6300ൻ്റെ സ്ലൈറ്റ്ലി ഇംപ്രൂവ്ഡ് വേർഷനാണ്. റിയൽമി P3Xൻ്റെ മറ്റൊരു വേർഷനാണ് റിയൽമി 14X. ഇത് തന്നെ വീണ്ടും റീബ്രാൻഡ് ചെയ്ത് റിയൽമി Narzo 80X എന്ന പേരിലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റിലെ രണ്ടാമത്തെ ഫോണാണ് സാംസങ്ങിൻ്റെ M16 അഥവാ F16. ഇതിൻ്റെ 6/128GB പ്രൈസ് വരുന്നത് അറൌണ്ട് 13,000 റുപ്പീസാണ്. ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് അണ്ടർ 10,000 സെഗ്മെൻറ്റിൽ കാണപ്പെടുന്ന Dimensity 6300 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇവിടെ തന്നിരിക്കുന്നത്. സാംസങ്ങിൻ്റെ തന്നെ M06 അല്ലെങ്കിൽ F06 പറയുന്ന ഫോണിൽ ഇതേ പ്രോസസ്സർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ആ വില കുറഞ്ഞ ഫോണായിട്ട് പോലും അവിടെ സോഫ്റ്റ്വെയർ നന്നായി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. സാംസങ്ങിൻ്റെ F15 ഇതിൽ കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ F15 ഇതിനെ കമ്പയർ ചെയ്യുവാണെങ്കിൽ 6000 mAh ബാറ്ററി ആയിരുന്നു അന്ന് കിട്ടിയത്. ഇത്തവണ അത് വെട്ടിക്കുറച്ച് 5000 mAh ആക്കിയിട്ടുണ്ട്. ഇനി ചാർജിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറിയാലോ, സാംസങ്ങിൻ്റെ ഫോൺ ആയതുകൊണ്ട് തന്നെ ബോക്സിൽ ചാർജർ കിട്ടില്ല. ഇനിയിപ്പോൾ അധികം പൈസ കൊടുത്ത് നമ്മൾ ചാർജർ വാങ്ങിയാലും 25 വാട്ട് ചാർജിങ് മാത്രമേ ഇത് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇനി ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ AMOLED ഡിസ്പ്ലേ ആണ്, വിച്ച് ഈസ് വെരി ഗുഡ്. പക്ഷേ 90 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം ബെസൽസ് ഉണ്ട്, വാട്ടർ ഡ്രോപ്പ് നോച്ച് ഉണ്ട്. സോ പരമാവധി ചിലവ് ചുരുക്കിയിട്ടാണ് ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത്. ലിസ്റ്റിലെ മൂന്നാമത്തെ ഫോണാണ് Oppo K12X. ഇതിൻ്റെയും 6/128GB പ്രൈസ് വരുന്നത് 13,000 ആണ്. Dimensity 6300 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. Android 14 ഇത് വരുന്നത്. പക്ഷേ സാംസങ്ങിനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് അവർ തന്നിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേ ഇവിടെ HD+ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. മോണോ സ്പീക്കേഴ്സ് മാത്രമേ ഉള്ളൂ. 10,500 തന്നെ ഇപ്പോൾ നമുക്ക് പോക്കോയുടെ M6 Pro എന്ന് പറയുന്നത് ഫുൾ HD+ ഡിസ്പ്ലേ 6GB RAM ഒക്കെ തരുന്ന നല്ല ഫോണുകൾ ഓൾറെഡി അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഒട്ടും വാല്യുബിൾ അല്ല. ലിസ്റ്റിലെ നാലാമത്തെ ഫോണാണ് റിയൽമിയുടെ P1. ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ ആണ്. പല യൂസേഴ്സും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വെറും 3-4 മണിക്കൂറിൻ്റെ ബാറ്ററി ബാക്കപ്പാണ്. ആൻഡ് റിയൽമിയുടെ ഭാഗത്തുനിന്നും ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഫോൺ നമുക്ക് ഒഴിവാക്കാം. അടുത്ത ഫോണാണ് OnePlusൻ്റെ Nord CE4 Lite. നമ്മൾ Nord CE2 Lite നോക്കിയാലും Nord CE3 Lite നോക്കിയാലും CE4 Lite നോക്കിയാലും എല്ലാം ഒരു സംഭവം വളരെ കോമൺ ആയിട്ട് കാണാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ പ്രോസസ്സർ. സ്നാപ്ഡ്രാഗണിൻ്റെ 695 എന്ന് പറഞ്ഞിട്ടുള്ള എഗെയിൻ ഒരു 10,000 റുപ്പീസിന് താഴെ കാണപ്പെടേണ്ട ഒരു പ്രോസസ്സറാണ് ഇവർ 16,000 17,000 പ്രൈസ് വരുന്ന ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4K റെക്കോർഡ് ഇതിന് ചെയ്യാൻ പറ്റില്ല. യൂട്യൂബിൽ പോലും 1080p വീഡിയോസ് മാത്രമേ പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ലിസ്റ്റിലെ ആറാമത്തെ ഫോണാണ് പോക്കോയുടെ X6 Pro. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും വാങ്ങാൻ കൊതിയാകും. ബിക്കോസ് 1.5K ഡിസ്പ്ലേ, വളരെ പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സർ. ഇൻഫാക്ട് അണ്ടർ 20,000 നമ്മളിന്ന് കാണുന്ന പല ഫോണുകളുടെയും ഇരട്ടി AnTuTu സ്കോറാണ് ഈ ഫോണിന് തരാൻ പറ്റുന്നത്. പക്ഷേ ഈ ഫോൺ നമ്മൾ വാങ്ങാൻ പാടില്ല. കാരണം ഇതിൽ ഒരുപാട് ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട്, ബാറ്ററി ഡ്രെയിൻ പ്രോബ്ലം ഉണ്ട്, നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും യൂസേഴ്സിന് അനുഭവപ്പെട്ടിട്ടുണ്ട്. ലിസ്റ്റിലെ ഏഴാമത്തെ ഫോണാണ് സാംസങ്ങിൻ്റെ M55. ഇത് തന്നെ F55 എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതിലും ഒരുപാട് ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട്, പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. ആൻഡ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ കമ്പനി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ M16 പോലെ തന്നെ. അടുത്ത ഫോണാണ് പോക്കോയുടെ X6 Neo. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ ഫോൺ ഈ ചാനലിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഇതിൻ്റെ പ്രൈസ് അറൗണ്ട് 12,000 വിത്ത് ഡിസ്കൗണ്ട്സ് 11,000 വരെ ആയിരുന്നു. എന്നാൽ ഇന്ന് അത് 15,000 പോയിരിക്കുകയാണ്. സോ ഒരു കാരണവശാലും വാങ്ങരുത്. കാരണം MediaTek Dimensity 6080 എന്ന് പറയുന്ന വീക്കായിട്ടുള്ള പ്രോസസ്സറാണ് വരുന്നത്. 4K റെക്കോർഡിംഗ് ഇല്ല, 4K പ്ലേ ബാക്കും ഇല്ല. Android 13 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. മോണോ സ്പീക്കറാണ്. മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള മോശം ഫോണുകളും ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ഇവരുടെ തന്നെ റീബ്രാൻഡഡ് വേർഷൻസും ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് നല്ല ഫോണുകൾ കണ്ടെത്താൻ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടുന്നത്.